ഇന്നൊരു മസാല ദോശയ്ക്കുള്ള മസാലക്കൂട്ടുണ്ടാക്കാം നമുക്ക്. അതിന് ഞാൻ എടുത്തേക്കുന്നത് 3/4 കിലോ പൊട്ടറ്റോ പുഴുങ്ങിയതും, പിന്നെ മീഡിയം സൈസ് 2 ഓണിയനും, പിന്നെ ഒരു ക്യാരറ്റ്, ഒരു 5-6 ഗാർലിക്ക്, ഗ്രീൻ ചില്ലി ഒരു 3-4 എണ്ണം, അതുപോലെ മല്ലിയില കുറച്ച്, കരിയാപ്പില ഒരു തണ്ട്. ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ച് വയ്ക്കുക. അതിനുശേഷം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം, അതായത് ക്യാരറ്റ്, ഗാർലിക്ക്, ഗ്രീൻ ചില്ലി, ഒണിയൻ, മല്ലിയില, കരിയാപ്പത്തി, ഇതെല്ലാം ഒന്ന് ഞുറുക്കി വയ്ക്കുക, ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക. അതിനുശേഷം കടായി സ്റ്റൗ ഓൺ ചെയ്ത് കടായി വെച്ചിട്ട് ഓയിലൊഴിച്ച്, വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഓയിലൊഴിച്ചിട്ട് അതിൽ കടുക് വറുക്കുന്നത് നിർബന്ധമില്ല. കടുക് വറുക്കാതെ വെറുതെ ഓയിലൊഴിച്ച് ചൂടാക്കിയിട്ടും അങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ കടുക് വറുത്തിട്ട് നമ്മൾ ഗാർലിക്ക് അതിലോട്ടിടുന്നു. ഇട്ടൊന്ന് മൂപ്പിച്ച് വരുമ്പോഴത്തേക്ക് ക്യാരറ്റ് കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്യാം. ക്യാരറ്റ് ഇടുന്ന ആ ഓയിലൊന്ന് ഇളക്കി വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിനി മസാലപ്പൊടി ഇടണം. അതുകൊണ്ടാണ് കരിഞ്ഞു പോകാതിരിക്കാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പറഞ്ഞത്. ആദ്യം നമുക്ക് ക്രഷ്ഡ് ചില്ലി ഒരു 1/2 സ്പൂണോളം ഇട്ടിട്ട് മല്ലിപ്പൊടി പിന്നെ ഒരു 3/4 സ്പൂൺ ഇടണം. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയും ഒരു 1/2 സ്പൂൺ, ലേശം കായം ഇടണം. കായം ഇട്ടതിന് ശേഷം നമുക്ക് ജീരകപ്പൊടി ലേശം ഇടാം. അതിനുശേഷം ജീരകപ്പൊടി ഇട്ടതിന് ശേഷം അത്യാവശ്യം ഉപ്പും കൂടെ ചേർക്കുക. സ്വല്പം ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത്, നമ്മുടെ സ്റ്റൗ ഓഫ് ആണല്ലോ, മിക്സ് ചെയ്തിട്ട് അതിലേക്കൊന്ന് നമുക്ക് പൊട്ടറ്റോ ഇട്ടിളക്കണം. പൊട്ടറ്റോ കുറേശ്ശെയായിട്ടേ ഇട്ടിളക്കാവൂ, ഒന്നിച്ചിട്ടാൽ ഇളക്കാൻ പ്രയാസമാണ്. പൊട്ടറ്റോ ഇട്ടിളക്കുന്ന സമയം നമുക്കൊന്ന് സ്റ്റൗ ഓൺ ചെയ്യണം കേട്ടോ. അതൊന്നിച്ച് മിക്സ് ചെയ്ത് സ്റ്റൗ സിമ്മിലിട്ട് മതി. അങ്ങനെയൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം. അത് ഭയങ്കര കട്ടിയാണ്, അതുകൊണ്ട് ഇങ്ങനെ തവി നല്ല കട്ടിക്ക് പിടിച്ചാണ് ഞാൻ ചെയ്യുന്നത്, കണ്ടോ. എന്നുവെച്ചാൽ അത്രയും കട്ടിയായിട്ടായിരിക്കും. നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കത്തില്ലല്ലോ. വെള്ളം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ നമ്മൾ ഒണിയനൊക്കെ ഇടുമ്പോൾ അതിൻ്റെ വെള്ളം അതിലിറങ്ങും, അല്ലാതെ നമ്മൾ വേറെ വെള്ളം ഒന്നും ഒഴിക്കത്തില്ല. ഇലകളൊക്കെ ഇല്ലേ. ഇനി ഇതിൻ്റെ മേലോട്ട് നമ്മൾ ഇച്ചിരി സോമ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ സോമ്പ് ഇടുന്നതേ ഉള്ളൂ, സോമ്പ് ഇടണം എന്നില്ല, ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഞാൻ ഒരു നുള്ളി സോമ്പ് അതിൻ്റെ മേലിൽ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒണിയൻ, അതുപോലെ ചില്ലി, മല്ലിയില എല്ലാം അതിനകത്തോട്ട് നിരത്തിയിട്ടിട്ട് കുറേശ്ശെ ചേർത്ത് യോജിപ്പിച്ച് എല്ലാം കൂടെ ഇളക്കി ഒന്നിച്ച് പറ്റിച്ച് നോക്കിക്കേ. ഇങ്ങനെ ഇളക്കി ഒന്ന് നല്ല അകത്തോട്ടൊക്കെ മിക്സാകണം. അങ്ങനെ മിക്സാക്കി ഈ ഒണിയൻ നമ്മൾ മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് സ്റ്റൗ ഓഫ് ചെയ്യുമല്ല, എളുപ്പം വാങ്ങി വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇത് മസാലയായി. ഒന്ന് നന്നായിട്ട് ഇളക്കി വെച്ച് ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യണം, അപ്പുറത്തെ സ്റ്റൗവിലോട്ട് അത് മാറ്റി വയ്ക്കുക. കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അതിൻ്റെ വെള്ളം ഇറങ്ങി, അടപ്പൊക്കെ അടച്ച് അപ്പുറത്തോട്ട് മാറ്റി വയ്ക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ ഒണിയൻ്റെ ഇലയുടെയൊക്കെ വെള്ളം ഇറങ്ങി അതങ്ങ് മസാലകളൊക്കെ പിടിച്ച് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നല്ല നീറ്റായിരുന്നുള്ളൂ. അടപ്പടച്ച് നമുക്കിനി മാറ്റി വയ്ക്കാമേ. അതിനുശേഷം നമുക്ക് ദോശ ഉണ്ടാക്കണമല്ലോ. ദോശയ്ക്ക് നമ്മൾ ഇത് മാറ്റിയിട്ട് തവ വയ്ക്കണം. സ്റ്റൗവിൽ വീണ്ടും നമ്മൾ ദോശക്കല്ല് വെച്ചു. ഇനിയും ദോശ ഉണ്ടാക്കാൻ എന്താണെന്ന് വെച്ചാൽ മാവുണ്ടല്ലോ, നല്ല പരത്തി ഒരു ഫ്രില്ല് പരുവത്തിലൊക്കെ ഉണ്ടാക്കണം. എന്നാലേ നമുക്ക് ദോശ നല്ല പത്തിലാക്കി കിട്ടിയാലേ മസാല ദോശയ്ക്ക് ഒരു രസമുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മേളിലൊരു മൂത്ത പരുവമൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മസാലകളിടാം. മസാല ഇച്ചിരി ഒന്ന് മൂത്ത് കാണാൻ മുകളിലൂന്ന്. അന്നേരം എന്ത് ചെയ്യണം, സ്വല്പം മസാല അതൊന്ന് ഇളക്കി വെച്ച് 3 പാർട്ടായിട്ട് ദോശ നോക്കണം. എന്നിട്ട് അതിൻ്റെ നടുവശം നീളത്തിൽ നമ്മൾ 3 പാർട്ടാക്കിക്കൊണ്ട് നടുവശത്ത് നീളത്തിൽ ഇട്ടേച്ച് ഓയിൽ ഇച്ചിരി ഒഴിക്കണം. ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിച്ചത്. എന്നിട്ട് 2 സൈഡും മടക്കി 2 സൈഡും പൊള്ളിക്കുക. ഇനി 2 സൈഡല്ല ഉള്ളൂ, ആ 2 സൈഡും പൊള്ളിച്ചെടുക്കുമ്പോൾ മസാല ദോശയായി. അത്രേ ഉള്ളൂ കാര്യം.